അതെ, ഒരാവശ്യമില്ലാണ്ട് കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് ബ്ലഡ് ടെസ്റ്റിന് പോയി. ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ എവിടെ നിൽക്കുന്നതെന്ന് അറിയണമല്ലോ. വേണ്ടേ, കൊളസ്ട്രോൾ അങ്ങ് ഹൈയിലാണുള്ളത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓയിലി ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കണമെന്ന്. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ പൂരി കഴിക്കാൻ ഭയങ്കര ഒരാഗ്രഹം. അപ്പോൾ ഫോൺ എടുത്തു, സ്ക്രോൾ ചെയ്തു, എയർ ഫ്രയറിൽ പൂരി എങ്ങാനും ഉണ്ടാക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കി. അപ്പോൾ അതേ ഒരുപാട് വീഡിയോസ്. പിന്നെ ഒട്ടും അമാന്തിച്ചില്ല. ഞാൻ നേരെ കിച്ചണിലോട്ട് കിടന്നു. ഹെൽത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഗോതമ്പ് മാവ് കൊണ്ടാണ് പൂരി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം പൂരിക്ക് പരത്തുന്നത് പോലെയൊക്കെ നമ്മൾ കുഴച്ച് പരത്തി പ്രസ് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. പരത്തിയതല്ല, പ്രസ് ചെയ്തു. നമ്മൾ പത്തിരിയൊക്കെ പ്രസ് ചെയ്യുന്ന പ്രസ്സിലിട്ടുകൊണ്ട് ഞാൻ പൂരി മാവ് പ്രസ് ചെയ്തു. അത് പൂരിയുടെ ഒരു കുഞ്ഞു ഷേപ്പിലൊക്കെ ആക്കി മാറ്റി. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നല്ല തിളച്ച വെള്ളം, ആ വെള്ളത്തിലോട്ട്, അതായത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാത്രം വെക്കുക, അതിൽ വെള്ളം ഒഴിക്കുന്നു. വെള്ളം തിളച്ചാൽ പൂരി, ആ ഒരു പരത്തിയ പൂരി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിടുക. ശേഷം അത് നമ്മൾ തിളച്ച വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് ഒരു പ്ലേറ്റിലോട്ടോ മറ്റോ മാറ്റി വെക്കാം. ഇനിയൊന്നുമില്ല, ഈ ഒരു പരത്തിയ നമ്മുടെ പൂരി എയർ ഫ്രയർ തുറക്കുക, എയർ ഫ്രയറിലോട്ടൊന്ന് വെക്കുക. നമുക്ക് 2, 3, 4 എത്രയാണോ നമ്മുടെ എയർ ഫ്രയറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് വെക്കാം. പിന്നെ ഒരു 195 ഡിഗ്രി നമ്മൾ സെറ്റ് ചെയ്യുക, ഒരു 5 മിനിറ്റും. ഓക്കെ, 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ ബീപ്പ് സൗണ്ട് വന്നാൽ നമ്മളതൊന്ന് തുറന്ന് നോക്കിയാൽ നല്ല പൊന്തിയ പൂരി നമുക്ക് കിട്ടും. അപ്പം ഒട്ടും ഓയിലില്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൂരി നമുക്ക് കഴിക്കാം. പിന്നെ ജെന്യൂനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എണ്ണയിലൊക്കെ ഇട്ട് പൊരിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്. അതിപ്പം പൂരി എന്നല്ല, ഏതൊരു പലഹാരമാണെങ്കിലും ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇപ്പം ഈവൻ ചിക്കൻ പൊരിക്കുകയാണെങ്കിലൊക്കെ തന്നെ. ഈ പൂരി ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഹെൽത്തി ആണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.